ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങോട്ടും പോവില്ല. പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു PV അൻവറിന്. നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരു അനക്കവുമില്ല. എൻ്റെ മൊഴിയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു IG-യോട് 188ഓളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 10 ആൾ IG നിങ്ങൾ വിളിപ്പിക്കുക, അവരോടൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത്, എങ്ങോട്ടാ കൊണ്ടുപോയത്, എങ്ങനെയാ ചോദ്യം ചെയ്തത്, സ്വർണം എവിടെ വെച്ചാ ഉരുക്കിയത്, അത് എത്ര ഗ്രാം ഉണ്ടായിരുന്നു? ഒരാളെ വിളിച്ചിട്ടില്ല. ഒരാളെ. ഇതാണോ അന്വേഷണം? ഒരാളെ വിളിച്ചിട്ടില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ആ 2 പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി, അവരുടെ കുടുംബസമേതം. പടച്ചോൻ എന്നെ കാത്തത് എവിടെ അറിയാം നിങ്ങൾ? ഈ 2 പാസഞ്ചേഴ്സും വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോയത്, ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് അവൻ്റെ വാപ്പയുമ്മയാണ്, മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയും അമ്മാവൻ്റെ മകനുമാണ്. ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ 2 ആളെ കാര്യം ഞാൻ പുറത്തു വിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. ആ പാസഞ്ചർമാരെ അടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ പോലീസ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ബാക്കിയൊക്കെ വിടൂ. ഈ 3.5 കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ 2 പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും, ഒന്ന് തൊട്ടടുത്ത കാളികാവിലും ഒന്ന് കൊടുവള്ളിയിലുമാണ്. എന്താ അന്വേഷിക്കാത്തത്? ഇപ്പം അൻവർ ഫോണ് ചോർത്തിയതിന് കേസെടുത്ത് നടക്കുക അതല്ലേ? നമ്മൾക്ക് നോക്കാം. ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ, മനസ്സിലായോ? വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ വിശദീകരിക്കുന്നില്ല. മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും. ഒരു കടലാസിൻ്റെ സഹായം വേണ്ട, എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സൂചിപ്പിച്ച് പോവാണ്. ഇപ്പൊ പാർട്ടി സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. പാർട്ടിക്ക് കൊടുത്ത സമയം ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ ഇവിടെ പ്രചരണം. ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു.